പാനൽ ഡിസ്കഷൻ സ്പീച്ച് അല്ലെങ്കിൽ പാനൽ ഡിസ്കഷൻ നമ്മൾ സാധാരണഗതിയിൽ സ്കിപ്പ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ പേപ്പറുള്ള മറ്റൊരു ഡിസ്കോസ് ക്വസ്റ്റ്യൻ ആണ് പാനൽ ഡിസ്കഷൻ. എന്താണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്? സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം ആളുകൾ ഇരുന്ന് ആ വിഷയത്തിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതുമാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും, ആ വിഷയത്തിനെ കുറിച്ചിട്ട് കുറച്ച് പാനൽ അംഗങ്ങൾ അല്ലെങ്കിൽ പാനൽ മെമ്പേഴ്സ് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കും. ഇതാണ് പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കേണ്ടത് ഇത് ശരിക്കും പാനൽ ഡിസ്കഷൻ ആണോ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി സ്പീച്ച് ഫോർ പാനൽ ഡിസ്കഷൻ ആണോ ചോദിച്ചിരിക്കുന്നതെന്നാണ്. അതായത് ഈ പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇത് നടത്തുന്ന മോഡറേറ്റർ ഇതിനെക്കുറിച്ചിട്ട് ഈ വിഷയത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനൊരു ആമുഖം കൊടുത്തുകൊണ്ട്, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ട് എന്താണ് ആ ടോപ്പിക്ക്, ആരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് നടത്തും. അതാണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. മിക്കവാറും ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഇൻട്രൊഡക്ടറി സ്പീച്ച് ഫോർ പാനൽ ഡിസ്കഷൻ ആണ്. ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് ആളുകൾക്കൊരു ആമുഖം അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു ചെറിയൊരു സ്പീച്ച്. ചോദ്യം നമുക്കൊരു മോഡലായിട്ട് പിടിക്കാം. ഇമാജിൻ യു ആർ ദ മോഡറേറ്റർ ഓഫ് എ പാനൽ ഡിസ്കഷൻ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപത്തി ഇൻ എവറി ഡേ ലൈഫ് ഇൻസ്പയർഡ് ബൈ ദ സ്റ്റോറി ഹൊറിഗല്ലു. പ്രിപ്പയർ ആൻ ഇൻട്രൊഡക്ടറി സ്പീച്ച് ടു ബിഗിൻ ദ സെഷൻ. ഞാൻ പറയില്ലേ, ഇതുപോലത്തെ ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. പാനൽ ഡിസ്കഷൻ അല്ല എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ആ പരിപാടിയിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ചാണ്. വിഷയം എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആണ്, ബാക്കിയുള്ളവരെ കേട്ടിരിക്കാനുള്ളതും. അതുപോലെ എംപത്തി ഇൻ എവറി ഡേ ലൈഫ്, നമ്മുടെ എല്ലാവരുടെയും നിത്യജീവിതത്തിലെ കുറച്ച് എംപത്തറ്റിക് ആയിട്ട് ആളുകളോട് കുറച്ച് ദയയും കരുണയൊക്കെ കാണിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ഇവിടെ ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച്. പരിപാടി പാനൽ ഡിസ്കഷനാണ്. ആ പരിപാടിയിലേക്ക് വന്ന ആളുകൾക്ക് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് കൊടുക്കാൻ പോകും. എങ്ങനെയാണ് ചെയ്യുക? സാധാരണ ഇതിൽ നമ്മൾ സ്പീച്ച് കൊടുക്കുന്ന പോലെ ആദ്യം മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് ഒരു ഗ്രീറ്റിംഗ്സ് പറയാം. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ വന്നിരിക്കുന്ന ആളുകളോടൊക്കെ ഒന്ന് ജനറലി ഒരു ഗ്രീറ്റിംഗ് പറയാം. എന്നിട്ട് ഒന്നാമത്തെ പരിപാടി ടോപ്പിക് എന്താണെന്നുള്ളത് പറയലാണ്. ക്വസ്റ്റ്യൻ തന്നെ കൊടുത്തിട്ടുണ്ടാവും ടോപ്പിക് എന്താണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വൈ ദ ടോപ്പിക് ഇസ് ഇമ്പോർട്ടൻറ്റ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണം എന്ന് പറയാം. എന്നിട്ട് കണക്ട് ദ ടോപ്പിക് വിത്ത് ദ ഗിവൻ സ്റ്റോറി, ഇവൻറ്റ് ഓർ സിറ്റുവേഷൻ. അതായത് വെറുതെ ഒരു ക്വസ്റ്റ്യൻ തരില്ല. ഇപ്പോൾ നമുക്കിത് ഹൊറിഗല്ലു എന്ന് പറഞ്ഞ അനക്ഡോട്ടിൽ നിന്ന് തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു ആ ഒരു കഥയിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ഇതിനെ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടേക്ക് എത്തിക്കലാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. പിന്നെ പാനലിസ്റ്റുകളെ ചുമ്മാ അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മിക്കവാറും ഇതൊരു സ്കൂളിൽ നടത്തുന്ന പരിപാടിയായിരിക്കും. അപ്പോൾ അവിടുത്തെ പാനലിസ്റ്റ് എന്ന് പറയുന്നത് ഐദർ ടീച്ചേഴ്സ് ഓർ സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവർ ജസ്റ്റ് പാനലിസ്റ്റ് ആണ് എന്നുള്ളത് പറയാം. ഒന്നെങ്കിൽ വേണമെങ്കിൽ ഇന്ന ക്ലബിൻ്റെ സെക്രട്ടറി ആണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് പാനലിസ്റ്റുകളെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് അവസാനം ഒരു താങ്ക് യു എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോൾ ആസ് എ മോഡറേറ്റർ കഴിഞ്ഞു. ഇൻട്രൊഡക്ടറി സ്പീച്ച് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞു. ഐ ഗിവ് യു എ മോഡൽ ആൻസർ. ഗുഡ് മോർണിംഗ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. കണ്ടോ, ഗ്രീറ്റിംഗ് കൊടുത്തു. വെൽക്കം ടു ടുഡേസ് പാനൽ ഡിസ്കഷൻ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് ലിസണിങ് ആൻഡ് എംപത്തി ഇൻ എവറി ഡേ ലൈഫ്. ഇപ്പോൾ ഞാൻ അവിടെ ടോപ്പിക് എന്താണെന്ന് പറഞ്ഞു, ഇനി അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഇൻ ടുഡേസ് ബിസി വേൾഡ് എവ്രി വൺ വാണ്ട്സ് ടു ടോക്ക്, but very few people are ready to listen. In Sudhamurthi's story Horigallu, we learned that everyone carries different mental burdens in life. അതായത് നമ്മുടെ ലോകത്തിൽ എല്ലാവർക്കും സംസാരിക്കണം, ഇങ്ങനെ കലവില സംസാരിക്കണം. പക്ഷേ വെരി കുറച്ച് ആൾക്കാരെ ലിസൺ ചെയ്യാൻ, കേട്ടിരിക്കാൻ റെഡി ആവുള്ളൂ. സുധാമൂർത്തിയുടെ കഥയും അതാണ് പറയുന്നത്. അപ്പോൾ ചാപ്റ്ററായിട്ട് കണക്ട് ചെയ്തു. Horigallu, a stone bench, gives tired travelers a place to rest. In the same way, a kind and patient listener can help people feel better and reduce their mental stress. അതായത് ഈ ഹൊറിഗല്ലു പോലെ തന്നെ വളരെ ക്ഷമയോടെ ഒരാൾ കേട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാനസികമായിട്ടുള്ള ഭാരം ഇറക്കി വെക്കാൻ അതുകൊണ്ട് സഹായിക്കും. ടുഡേ വി ഹാവ് 3 പാനലിസ്റ്റ്. കേട്ടോ, പാനലിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. They will share their thoughts on kindness, sympathy and non-judgmental listening and how this can help people who are troubled. അതായത് non-judgmental listening, sympathy, kindness, ഈ 3 വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പാനലിസ്റ്റുകൾ സംസാരിക്കാൻ പോകുന്നത്. Without further delay, I invite our first panelist to begin the discussion. Thank you. ആദ്യത്തെ പാനലിസ്റ്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു എന്ന് പറയുന്നു. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പരിപാടി ഫിനിഷ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ പാനൽ ഡിസ്കഷനുള്ള. ശ്രദ്ധിക്കണം, പാനൽ ഡിസ്കഷൻ അല്ല, പാനൽ ഡിസ്കഷനിലുള്ള ഇൻട്രൊഡക്ടറി സ്പീച്ച് ആസ് എ മോഡറേറ്റർ. ടോപ്പിക് എന്താണെന്ന് വായിക്കുക, എന്നിട്ട് ഇതേ ഒരു ഫോർമാറ്റിൽ സാധനം അങ്ങോട്ട് കാച്ചുക. പരിപാടി ഇത്രയേ ഉള്ളൂ. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, പരമാവധി പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പോഴേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.